ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ബസൂക്ക ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തോടെ കൃത്യം ഒരാഴ്ച തിയേറ്ററുകളിലെ പിന്നിടുകയാണല്ലോ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായ ബസൂക്ക. ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, സിദ്ധാർത്ഥ ഭരതൻ, JVM, ഹക്കീം ഷാ, ഒപ്പം തന്നെ ഐശ്വര്യ മേനൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ബസൂക്ക ആ സിനിമയുടെ 7ാം ദിവസത്തിലെ കഥപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തുടർച്ചയായുള്ള ദിവസങ്ങളിലെ കളക്ഷൻ സിനിമയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 43 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ വർക്കിംഗ് ദിവസം 31 ലക്ഷം രൂപ മാത്രമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ വർക്കിംഗ് ദിവസങ്ങളിലെ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിലെ സിനിമയ്ക്ക് 1 കോടി രൂപ പോലും കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ വരുന്നില്ല. ഇന്നലെ ബസൂക്കയുടെ കേരള ഗ്രോസ് 80 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഇന്ന് 60 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെയെങ്കിലും സിനിമയ്ക്ക് 12 കോടി കേരള ഗ്രോസ് എത്തപ്പെടാനായിട്ട് സാധ്യതയില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും 11 കോടി 50 ലക്ഷം 12 കോടി റേഞ്ചിൽ തന്നെയാണ് സിനിമയുടെ ആകെ 7 ദിവസത്തെ കേരള ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ കേരള ഷെയർ, അതായത് നിർമ്മാതാവിന് ലഭ്യമാക്കുന്ന തുക 5 കോടിയിലേക്ക് അടുക്കുന്നു. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 1 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 23 കോടിയോളം കളക്ഷനും നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും വർക്കിംഗ് ദിവസങ്ങളിലെ സിനിമയുടെ കളക്ഷൻ കാര്യമായ രീതിയിൽ കുറയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ സിനിമ വിജയിക്കുമോ എന്ന് ചോദ്യചിഹ്നമായിട്ടും അവശേഷിക്കുന്നു. എന്തായാലും കാത്തിരിക്കൂ ബസൂക്കയുടെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷനായിട്ട്.